മോദിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഇവർ അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് കണ്ണൂരോ കോഴിക്കോട്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 101% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. പിന്നെ മനോരമയ്ക്ക് മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടായ വാഹനത്തിന്റെ ചില്ലുപൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നവരല്ല. ഒരു തെറ്റായ നടപടിയെയും ഒരു ദിശലെത്തിയ പ്രതിഷേധത്തെയും ഇത്തരത്തിലുള്ള നടപടികളെയും അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല ഇടതുപക്ഷ പാർട്ടികൾ. ഞങ്ങളായിരുന്നു വാഹനത്തിന്റെ ചില്ല് പൊട്ടിയതിൽ നിന്നത് തിരുവനന്തപുരത്തെ LDF-ന്റെ നേതാക്കൾ, CPIM നേതാക്കൾ സമയോചിതമായി ഇടപെട്ട് വളരെ പണിപ്പെട്ട് പാടുപെട്ട് അവിടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പൂർണ്ണമായും സമാധാനപരമായിരിക്കണം പ്രതിഷേധം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അണപൊട്ടികളും ഒഴുകിയെത്തുന്ന വലിയൊരു ജനസഞ്ചയം ഒരു നെറികേടിനെതിരെ രാഷ്ട്രീയ പകയോടുകൂടിയുള്ള തീർത്തും നിയമവിരുദ്ധമായ വേട്ടയാടലിനെതിരെ അങ്ങേയറ്റം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനസഞ്ചയത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസിയുടെ ആളുകൾ വരുന്ന വാഹനം ആ ഉദ്യോഗസ്ഥരെന്ന് ഉൾപ്പെടുന്ന ഉത്തരവാദികളാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. വരുമ്പോൾ ഉണ്ടാവുന്ന ഉടനെ ഉണ്ടാവുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിനെയൊന്നും സ്വാഗതം ചെയ്യുന്നവരല്ല. പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അത് ആ ഘട്ടത്തിൽ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലെ തീവ്രമായി പ്രതികരിക്കുന്ന ഏതോ ചില ആളുകൾ ആ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. അതുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ല.